നടക്കുകയാണ്. നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, പങ്കുവയ്ക്കലാണ് കുടുംബ ദൈവം പറയുമ്പോൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് പേര് ചേർന്നാണ് ദൈവം എന്ന് പറയുന്നത്. അവിടെ പങ്കുവയ്ക്കലുണ്ട്, അവിടെ കൂട്ടായ്മയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. ആ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം സ്നേഹിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സ്നേഹിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, പരസ്പരം പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, പരസ്പരം അറിയാനുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മൾ ഓരോരുത്തരും വിവാഹത്തിന് മുമ്പ് ഒരുപാട് സ്വപ്നം കണ്ടവരാണ്. എന്നാൽ യഥാർത്ഥ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വപ്നം മാറിപ്പോകുന്നു. സ്വപ്നത്തിൽ കണ്ട കാഴ്ചയല്ല യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുക. അത് വലിയ സങ്കീർണ്ണ പ്രശ്നം നിറഞ്ഞതാണ്, വേദന നിറഞ്ഞതാണ്, ദുഃഖം നിറഞ്ഞതാണ്, കഷ്ടപ്പാടുകളും വേദനകളും നിറഞ്ഞതാണ്. അവിടെ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല. അവിടെ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന ഉള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനയാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ധന്യമാക്കുന്നത് പ്രാർത്ഥനയാണ്. അതിനാൽ അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഒന്ന്, പരസ്പരം ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. രണ്ടാമത്, നന്ദി പറയുക. മൂന്നാമത്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന കുടുംബം മാത്രമേ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നിങ്ങളുടെ ജീവിതം ധന്യമാവുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ പറയാനുള്ളത് മാത്രമാണ് നിങ്ങൾ ഒന്നിച്ചായിരിക്കുക. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കാര്യം പിടിക്കുക, ഈശോയോട് ജീവിക്കുക, നല്ല വാർത്താ ജീവിക്കുക, തിരുസഭയെ സ്നേഹിക്കുക. അപ്പോൾ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായതുപോലെ നിങ്ങളും സഭയുടെ സ്ഥാനങ്ങളായി ജീവിതകാലം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ ദിവസം വിവാഹം കുദാശയെ സംബന്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾക്കും അത് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. ഇത് ഒരുപാട് വർഷം മുമ്പ് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ദേവാലയത്തിൽ ഒന്നിച്ചിരുന്നവരാണ്, അന്നെടുത്ത പ്രതിജ്ഞയാണ്. ആ ജീവിതയാത്രയിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിനാൽ പ്രിയമുള്ളവരെ, മാപ്പ് ചോദിച്ച് ഈശോയിലേക്ക് തിരിച്ചു വരേണ്ട സമയം കൂടിയാണ് ഓരോ വിവാഹത്തെ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അതിനാൽ തീർച്ചയായും നമുക്ക് മാപ്പ് ചോദിക്കാം. വീണ്ടും പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഏറ്റവും സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും
ജോർജ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിയെ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം അടുത്തരം ചേർക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലൈക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സുഖത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. Oh
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ഹൃദയങ്ങളെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.